ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ മരക്കുന്നം ദ്വീപ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രശസ്തമായ ദേശീയോദ്യാനം കാസിരംഗ. ഏഷ്യൻ സിംഹങ്ങളുടെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രം ഗിർ വന്യജീവി സങ്കേതം. ബന്ദിപ്പൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലംജാവോ. സുന്ദർബൻസ് ദേശീയോദ്യാനം ഏത് വന്യജീവിക്ക് വേണ്ടിയാണ് അറിയപ്പെടുന്നത്? ബംഗാൾ കടുവ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം റാൻ ഓഫ് കച്ച്. റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1971. റൗണ്ട് വേംസ് അഥവാ വട്ടപ്പുഴുക്കൾ ഏതു ഫൈലത്തിൽ പെടുന്നു? ആൾഷെയിൽ മിന്തസ്. ചെമ്മീൻ, ചിത്രശലഭം എന്നിവയെ ഒരേ ഫൈലത്തിൽ ഉൾപ്പെടുത്താൻ കാരണമായ പൊതുവായ പ്രത്യേകതയാണ് ചേർന്നിരിക്കുന്ന കാലുകൾ. മുതലയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4. മുട്ടയിടുന്ന സസ്തനി ഏതാണ്? പ്ലാറ്റിപ്പസ്. നട്ടെല്ലുള്ള ജീവികളിൽ കൈകാലുകളില്ലാത്ത ഉഭയജീവി ഇക്തിയോഫിസ്. ലോകത്തിൽ ഇന്ത്യയിൽ മാത്രം സ്വാഭാവികമായി കണ്ടുവരുന്ന സിംഹങ്ങൾ ഏഷ്യാറ്റിക് സിംഹം. മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ മാത്രം കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മാനിനം സംഗായ് മാൻ. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന സിംഹത്തിന്റെ വാലുള്ള കുരങ്ങ് ലയൺ ടെയിൽഡ് മക്കാക്ക്. താഴെ പറയുന്നവയിൽ ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന പക്ഷി? നിക്കോബാർ പ്രാവ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന വന്യമൃഗം നീലഗിരി താർ. മധ്യേന്ത്യയിൽ മാത്രം സ്വാഭാവികമായി കണ്ടുവരുന്ന പ്രധാന വൃക്ഷം സാൽ വൃക്ഷം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ തനത് വൃക്ഷങ്ങളിൽ ഉൾപ്പെടുന്നത് കാട്ടുമാവ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ബിർച്ച് മരങ്ങൾ പ്രധാനമായും ഏതു മേഖലയിലാണ് ഉള്ളത്? ഹിമാലയൻ വനങ്ങൾ. പശ്ചിമഘട്ടത്തിലെ ചോലവനങ്ങളിൽ മാത്രം കാണപ്പെടുന്നതും 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നതുമായ ചെടി നീലക്കുറിഞ്ഞി. സൈറ്റ്സ് അപ്പൻഡിക്സിൽ 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ പരിവേഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ക്യോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അജണ്ട 21 ക്യോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തെറ്റാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളുടെ എണ്ണം 192. ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 2005. ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം കാനഡ. അജണ്ട 21ന്റെ ലക്ഷ്യം ആഗോള സുസ്ഥിര വികസനം. വികസ്വര രാജ്യങ്ങളിലെ വനസമ്പത്ത് സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും പ്രോത്സാഹനം നൽകുക വഴി കാലാവസ്ഥാ വ്യതിയാനം തടയുവാനുള്ള ആഗോള ശ്രമം റെഡ്. വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980 ഒക്ടോബർ 25-നാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. 2 പ്രസ്താവനകളും ശരിയാണ്. ജൈവ വൈവിധ്യ ആക്ടിന്റെ ഫലമായി 2003 ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി നിലവിൽ വന്നു. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വനസസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച ഉടമ്പടി സൈറ്റ്സ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ലോക പൈതൃക സമിതി തീരുമാനിച്ച യോഗം നടന്ന രാജ്യം റഷ്യ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക. കേരളത്തിൽ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് 2001 മുതൽ 2010 വരെയാണെന്നുള്ളതാണ് തെറ്റ്. ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര വർഷം
UN പ്രഖ്യാപിച്ചത് 2010 ജനങ്ങളുടെ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ജൈവവൈവിധ്യ പരിപാലന സമിതിയാണ്. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് വയനാട്ടിലെ എടവകയാണ്. ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആദ്യമായി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ഉപയോഗിച്ചത് നോർമാൻ മിയേഴ്സ് ആണ്. നിലവിലുള്ള ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36. ഇന്ത്യയിലെ ഒരു ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ W.G. റോസൻ. കേരളത്തിലെ അഗസ്ത്യമലയിൽ മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഔഷധ സസ്യം ആണ് ആരോഗ്യപ്പച്ച. കേരളത്തിലെ സംസ്ഥാന ഉഭയജീവി പാതാളത്തവള. Which region is known as the hottest hotspot of biodiversity in India? Western Ghats. World Forestry Day March 21. Which schedule of Wildlife Protection Act 1972 provided the highest level of protection to endangered species? Schedule 1. Under the Indian Forest Act 1927, which type of forest is strictly restricted for local use? Reserved forest. Project Elephant was launched by the Government of India in 1992. Which state has the maximum forest cover in India by area? Madhya Pradesh. What is the primary aim of the National Forest Policy in India? Conserving biodiversity and maintaining ecological balance. Major threats to Indian forest include deforestation, habitat loss due to agriculture expansion, mining and forest fires and poaching. National Park which is not in Rajasthan, Kanha. The Periyar Tiger Reserve known for Asiatic elephants is located in which state? Kerala. International Animal Rights Day December 10. Endangered Species Day May 3rd Friday. World Wildlife Day March 3. World Animal Day October 4. International Polar Bear Day February 27. World Giraffe Day June 21. International Tiger Day July 29. World Elephant Day August 12. International Snow Leopard Day October 23. World Frog Day March 20. World Bee Day May 20. World Sea Turtle Day June 16. World Snake Day July 16. International Homeless Animal Day 3rd Saturday of August. World Farmed Animals Day October 2. National Bird Day January 5. World Migratory Bird Day October 11. NTFP എന്നാൽ തടി ഇതര വനോൽപ്പന്നങ്ങൾ. പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം 1992. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ജില്ല കാസർഗോഡ്. ഡിണ്ടി നാഷണൽ പാർക്ക് ചെന്നൈ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാൽ. മീൻ വർഗത്തിൽ ഏറ്റവും വലിയ ജീവി തിമിംഗല സ്രാവ്. താഴെ പറയുന്നവയിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ചൂലന്നൂർ. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നുപോകാത്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ബോർഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ആഞ്ഞിലി. ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന WWF.
വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയാടൽ നിർവചിക്കുന്ന സെക്ഷൻ 2(16). നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് കുമരകം പക്ഷിസങ്കേതം. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വനനിയമം 1961 സെക്ഷൻ 19. വന്യജീവി സംരക്ഷണ നിയമം 1972 വിവിധ സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ള ജീവി എല്ലാ പാമ്പുകളും. NTCA എന്നാൽ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനംവകുപ്പിന്റെ മൊബൈൽ ആപ്പ് സർപ്പ. ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ചെന്തുരുണി. IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് നോട്ട് ത്രെട്ടൻഡ്. പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനം അല്ലാത്തത് തവിടൻ വെരുക്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ. പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കാണപ്പെടുന്നതും പിൽക്കാലത്ത് ഇവ കേരളത്തിൽ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുമുള്ള ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട. സൈറ്റ്സ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ പരിവേഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷത്തിന്റെ തടി കമ്പകം. കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷമാണ് രക്തചന്ദനം. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരന്റെ അടിസ്ഥാന കടമയാണ് എന്ന് നിർവചിക്കുന്ന ആർട്ടിക്കിൾ 51AG. അധിനിവേശ സസ്യം ജന്തുവിഭാഗത്തിൽ ഉൾപ്പെടാത്തത് കാട്ടുപന്നി.